രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ചേർപ്പ് തായംകുളങ്ങരയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. യുവതിയെ പീഡിപ്പിച്ചതായ കേസിൽ ഒളിവിലായ എംഎൽഎയെ കണ്ടവരുണ്ടോ എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു പ്രതിഷേധം. ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ കമ്മിറ്റിയാണ് എംഎൽഎക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക, അദ്ദേഹത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ചേട്ടന്മാരെ നിങ്ങളും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, വിളിച്ചറിയിക്കുക. 100 വിളിച്ചാൽ മതി. പിടികിട്ടാ പുള്ളിയാണ്, ഒളിവിലാണ്, റേപ്പിസ്റ്റാണ്. സഹായം തേടിച്ചതൊരു യുവതിനെ പീഡിപ്പിച്ച് ഗർഭം നടത്തുക, ഇതാണ് അവന്റെ പരിപാടി. സൂക്ഷിക്കട്ടാ. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. 1 മിനിറ്റ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഒരു ബലാത്സംഗയുടെ പടാണിത്. ഓക്കെ, ഗർഭചിത്രം നടത്തലാണ് ഇവന്റെ തൊഴില്. സൂക്ഷിക്കുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഓക്കെ, പാലക്കാടിന്റെ എംഎൽഎ ആണ്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ചേട്ടന്മാരെ ഒളിവിലാണ്, കാണാനില്ല, വാണ്ടഡ് ക്രിമിനലാണ്. അപ്പൊ സൂക്ഷിക്കുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. മേഖലാ സെക്രട്ടറി രാഹുൽ ജയപ്രകാശ്, പ്രസിഡന്റ് ജിതിൻ ദാസൻ, ട്രഷറർ എം അഭിഷേക്, സിഐ ഷംനാസ്, സിഡി അജിൽ, വിആർ മനു, യുഎം രോഹിത്, ഉല്ലാസ് കെ ഉണ്ണികൃഷ്ണൻ, സിഎസ് അഭിനവ്, എൻഎസ് വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. കേരള സമൂഹത്തിന് തന്നെ വളരെ മാനക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എംഎൽഎ നടത്തിയിട്ടുള്ള പീഡന കേസുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം പിടികൊടുക്കാതെ ഒളിവിൽ പോയിരിക്കുകയാണ്. ഗർഭചിത്രം നടത്തുകയും അതുപോലെ തന്നെ കൊലപാതകിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ അവരുടെ പാർട്ടിക്കും ഈ സമൂഹത്തിന് വളരെയധികം മാനക്കേടാണ് ഉണ്ടാക്കുന്നത്. അവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ ഇന്ന് ഇവിടെ ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ചേർപ്പ് തായംകുളങ്ങര പരിസരത്ത് സംഘടിപ്പിച്ചത്. നമ്മളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവരെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം എന്ന് മാത്രമാണ് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ പറയാനുള്ളത്.